2020 ഓഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി അഖിൽ മാരാർ. താൻ ഒരു വിലപേശലും നടത്തിയിട്ടില്ല എന്ന അഖിൽ ബോർഡ് കോർപ്പറേഷൻ ചോദിച്ചു വാങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് അഖിൽ പറയുന്നു. തനിക്ക് വേണ്ടിയല്ല ആവശ്യപ്പെട്ടത്, നമ്മൾ എന്നാണ് ഓഡിയോയിലുള്ളത്. തനിക്ക് സ്ഥാനം വേണ്ടിയിട്ടാണെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നാൽ മതിയായിരുന്നു എന്നും അഖിൽ മാരാർ. നമ്മൾ എന്നാണ് പറയുന്നത്. ഈ നമ്മൾ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നത്? അവരോട് നമ്മൾ പറയണം, നമ്മൾക്ക് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ എന്തെങ്കിലും ബോർഡോ കോർപ്പറേഷനോ വേണം എന്നത് ഞാൻ 2020 വൈസ് പ്രസിഡന്റിനോട് ഞാൻ പറയുകയാണ്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ പാർട്ടി നിലനിന്ന് പോകണമെങ്കിൽ എനിക്ക് വേണമെന്നല്ലല്ലോ ഞാൻ പറയുന്നത്. ആ വോയിസ് തന്നെ പറയുന്നത് നമ്മളെന്നാ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കൊല്ലം ജില്ലയിൽ ഒരു തികച്ചൊരു 10 പേര് പോലും തെരഞ്ഞ് എടുക്കാനില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആവുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഗതികേടൊന്നും എന്നെ പോലെ ആൾക്ക് വേറെ ഇല്ല. അപ്പൊ ഞാനിത് പറയുമ്പോൾ എന്റെ ആഗ്രഹം എന്റെ നാട്ടിൽ പോയി അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾക്ക് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ചില ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടണം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പൈസ വേണം. ഇതൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് വേണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഈ ബോർഡോ കോർപ്പറേഷനോ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാനെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് ചെയ്താൽ മതിയായിരുന്നു. എന്നോട് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ച കാര്യങ്ങൾ, അഖിലിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് പാർട്ടി ചെയ്തു തരില്ലേ? ശരിയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 100% എനിക്ക് അവർ മറ്റെവിടെങ്കിലും പ്ലേസ്മെന്റ് ചെയ്തു തരും. ഫെബ്രുവരി 11 ഞാൻ സാബു ജേക്കബിന് അയച്ച മെസ്സേജ് പോലും അപ്രകാരമായിരുന്നു. കൊട്ടാരക്കര ആണെങ്കിൽ മാത്രം ഞാൻ മത്സരിക്കാം. സാബു ജേക്കബ് എന്നോട് ചെയ്ത ഒരു നീതികേടെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ട് കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി ഇദ്ദേഹം അനൗൺസ് ചെയ്തു ഞാൻ NDAയുടെ ഭാഗമായി ഞാൻ 2020 ചേർന്നു എന്നുള്ളത്. അപ്പൊ അതെനിക്ക് വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഇമേജ് പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കി. അപ്പൊ ഞാൻ കരുതി തൃപ്പൂണിത്തുറ സീറ്റ് ചോദിക്കാം. പക്ഷെ ഇവിടെയും സാബു ജേക്കബ് എന്നെ ചതിക്കുകയാണ് ചെയ്തത്. അഖിൽ മാരാരുടെ ശബ്ദമാണ്. അഖിൽ മാരാർ സംസാരിച്ച വിഷയത്തിൽ നൽകുന്ന ന്യായീകരണമാണ് കേൾക്കുന്നത്. ശ്യാം പ്രസവത്തമൻ വിവരങ്ങൾ വായിച്ചു തരുന്നുണ്ട്. ശ്യാം, നമ്മൾ എന്നൊരു പദം ഇല്ലായിരുന്നെങ്കിലോ എന്നുള്ളത് മാത്രമാണ് ഇത് മൊത്തം കേൾക്കുമ്പോൾ ചോദിക്കാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും തന്നെയാണ് 2020 വരാൻ കാരണം. അദ്ദേഹം പറയുന്നുണ്ട് കൊട്ടാരക്കര സീറ്റാണ്. എന്നാൽ ഈ 2020 മത്സരിച്ച് താൻ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് പാർട്ടി വളർത്തുന്നതിനും പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അക്കാര്യത്തിലൊന്നും ഒരു ഇടപെടലും സാബു ജേക്കബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് കൊല്ലത്ത് 2020 ജില്ലാ അധ്യക്ഷനായി പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെതായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. നാട്ടിൽ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിരുന്നു അതെന്നാണ് അഖിൽ മാരാർ വ്യക്തമാക്കുന്നത്. അവിടെ നല്ല രീതിയിൽ 2020 വളർത്താം, അതിന് പണം വേണം, അത് തനിക്ക് വ്യക്തിപരമായി വേണമെന്നാണ് പറഞ്ഞത്. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് 2020 തന്നെ വഞ്ചിച്ചതെന്നും അഖിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറയിലെങ്കിലും സീറ്റ് തരുമെന്ന് കരുതി. പക്ഷേ തന്നത് BJPയുടെ തന്നെ സി ക്ലാസ് സീറ്റായ തൃക്കാക്കരയാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്